ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറൊരു ഐറ്റം ഇറക്കിയാലോ? ഇറക്കട്ടെ, ഒരു 1 man ഷോ. ഇവിടെ 3-4 പേരൊക്കെ സ്കിറ്റ് ചെയ്യുമ്പോൾ ആശാൻ ഒറ്റയ്ക്ക് വന്ന് പെർഫോം ചെയ്ത് തകർത്തിട്ട് പോകും. നമുക്കൊക്കെ അറിയാവുന്ന കലാകാരനാണ്, പ്രത്യേകിച്ച് ഫ്ലവേഴ്സ് ടിയുടെ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കലാകാരൻ. വിളിക്കട്ടെ, ലെറ്റ്സ് വെൽക്കം സിദ്ദിഖ് റോഷൻ. ചേട്ടാ, ഇപ്പൊ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് ആളുകൾക്ക് വണ്ടിപ്രാന്തുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ ഒരു മമ്മൂക്ക വണ്ടിയോട് ഒരുപാട് ക്രൈസ് ഉള്ള ആളാണ്. ദുൽഖർ സൽമാൻ, ഇപ്പൊ ഈ അടുത്ത് ഷെയ്ൻ നിഗം ഒരു പുതിയ കാർ എടുത്തായിരുന്നു. അപ്പൊ ഈ വണ്ടിപ്രാന്ത് ഒരുപാട് പേർക്കുണ്ട്. അപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ വിനായകൻ ചേട്ടൻ്റെ ഒരു ആഗ്രഹം, ഒരു ലക്ഷറിയസ് ഒരു കാറ് പുള്ളിക്ക് എടുക്കണം. അപ്പോൾ റെഡി ക്യാഷ് കൊടുക്കാൻ കയ്യിലില്ല. അപ്പോൾ പുള്ളിക്കൊന്ന് ലോൺ വേണം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലോണിന് വേണ്ടിയിട്ട് വിനായക ചേട്ടൻ ബാങ്കിലേക്ക് പോവാണ്. ഈ ബാങ്കിലിരിക്കുന്ന മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലാലുലക് സാറാണ്. അപ്പോൾ അവിടെ ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ചെന്ന് ഇനി ബാക്കി നമ്മൾ ഓരോ ആളുകളൊക്കെ അതിൽ വന്ന് ചേരും, ബാക്കി കുറേ സ്റ്റാഫ്സ് കാര്യങ്ങളൊക്കെ. അപ്പോൾ വിനായകൻ ചേട്ടൻ നമ്മുടെ ലോണിന് വേണ്ടിയിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. ഓക്കെ, അല്ല അല്ല ലാൽസാറിന് എന്നെ മനസ്സിലായില്ലേ? എന്നെ മനസ്സിലായില്ല, ഞാൻ വിനായകനാണ്. ഞാൻ ലാൽസാറിന്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നതാണ്. വരണം മിസ്റ്റർ വിനായകൻ. എന്തൊക്കെയുണ്ട് വിനായക, സുഖമായിട്ടിരിക്കുന്ന? അല്ല ലാൽസേട്ടാ, ഞാൻ വന്നത് എനിക്ക് ரொம்ப നാളാ ഒരു ആശ, ഒരു കാർ എടുക്കണം, ഒരു ലക്ഷറിയസ് കാർ എടുക്കണം എന്നാണ്. അപ്പൊ ആശ നിറവേറ്റാൻ വേണ്ടിട്ട് വന്നതാണ്. എപ്പോഴത് വിനായകന്റെ ആശയൊക്കെ കൊള്ളാം, പക്ഷേ കാറിന്റെ ലോൺ ഞാൻ തരണമെന്നുണ്ടെങ്കിൽ ഗ്യാരണ്ടി നിൽക്കണം. ജാമ്യം. അല്ല ജാമ്യം അതിപ്പോ അത് ലാലുചേട്ടൻ തന്നെ അങ്ങ് ജാമ്യം നിന്നാ മതിയല്ലോ. സോറി വിനായക, പേഴ്സണൽ ലോണിന് മാത്രമേ ഞാൻ ജാമ്യം നിൽക്കാം. ഇതിപ്പോ കാർ ലോണല്ലേ, എനിക്ക് നിൽക്കാൻ പറ്റിയല്ല. നിങ്ങൾ വേറെ ആരെങ്കിലും കണക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ പുള്ളി പെട്ടു, പുള്ളിക്ക് ജാമ്യം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നേരെ നമ്മുടെ വിനായക ചേട്ടൻ വിളിക്കുന്ന വിനയ് ഫോർട്ടിനെയാണ്. കാരണം പുള്ളി ഫോർട്ട് കൊച്ചിയിൽ കുറച്ച് കാറിൻ്റെയൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളതാണ്. അപ്പം നേരെ വിനായക ചേട്ടൻ വിനയ് ഫോർട്ടിനെ വിളിക്കുകയാണ്. ഹലോ വിനയാണോ സംസാരിക്കണത്? ആ മച്ചാനെ പറയേ, ഞാനാണ്. എത്ര നാളായി മച്ചാനെ വിളിച്ചിട്ട്, ഒരറിവില്ലല്ലോ. അല്ലേ വിനയ്, ഞാൻ വിളിച്ചത് എനിക്കൊരു ലോണിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. ലോണിന്റെ ആവശ്യത്തിനാ? അത് നിങ്ങൾ ബാങ്കിൽ പോയി ചോദിച്ചാൽ പോരെ, എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? അല്ലേ എടാ, ഞാനിപ്പോ ബാങ്കിലാണ് നിൽക്കണത്. അപ്പൊ പിന്നെ ബാങ്കിൽ ചോദിച്ചാൽ പോരെ, എന്നെ വിളിക്കണ എന്തിനാണ്? അല്ലേ എടാ, ഞാനൊന്ന് പറയണം, നീ ഒന്ന് കേൾക്കും. എനിക്ക് ഒരു കാറിന്റെ ലോണിന് ജാമ്യം നിൽക്കാൻ ഒരാൾ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചത്. മച്ചാൻ എന്തിനാണ് കാർ എടുക്കാൻ ബാങ്കിൽ പോണത്? നമ്മുടെ കസ്റ്റഡിയിൽ ഒരു മാരുതി 800 കിടപ്പുണ്ട്, പൊളപ്പൻ സാധനം. കേരളത്തിൽ കയറാത്ത സ്റ്റേഷൻ ഒന്നുമില്ല, എല്ലാ സ്റ്റേഷനിലും കയറി. ഇപ്പൊ കറന്റ് ഫോർട്ട് കൊച്ചി സ്റ്റേഷനിൽ കിടപ്പുണ്ട്. മച്ചാനൊന്ന് വന്ന് ഇറക്കി തന്നാ മതി, പകുതി കാശിന് മച്ചാൻ എടുത്തോ. എന്താണത്? ഞാൻ നിന്നെ എനിക്കൊരു ജാമ്യത്തിന് വിളിച്ചപ്പോ നിന്റെ കാർ ഇറക്കാൻ നീ എന്നെ ജാമ്യത്തിന്? നീ ഒന്ന് വെച്ചിട്ട് പോയിടോ വിനയ്. അപ്പൊ പുള്ളി വിളിച്ചിട്ട് വിനയ് ഫോർട്ട് പുള്ളിനെ പറ്റിക്കാന്ന് വിചാരിച്ചു. അടുത്ത നേരെ പുള്ളി വിളിച്ചത് നമ്മുടെ റിയാസിക്കാനാ. പുള്ളി അടിച്ചു ഇങ്ങനെ നിൽക്കുകയാണല്ലോ. അപ്പൊ നേരെ വിളിക്കുകയാണ്. ഹലോ റിയാസിക്കാണോ സംസാരിക്കണത്? ഞാനൊരു ആവശ്യം പറയാനായിട്ട് വിളിച്ച. എന്താ വിനായകന്റെ ആവശ്യം? കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എന്താ വേണ്ടേ? എല്ലാം ഞാനിപ്പോ തന്നെ തരാം. കൊഞ്ചുകറി തിളച്ചോണ്ടിരിക്കുക, പാർസൽ അയക്കട്ടെ. കൊഞ്ചുകറി എന്തിനാണ് എനിക്ക്? ഇയാൾ എന്തൊക്കെയാണ് ഇയാൾ ഈ പറയണത്? അല്ലേ റിയാസക്ക, ഞാൻ ഈ കാറിനോ ബൈക്കിനോ സൈക്കിളിനോ എങ്ങനെയാന്ന് വെച്ചാ വാ, അടിച്ചു കയറി വാ വിനായക. എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്? അടിച്ചു കയറി ഇയാളുടെ തലയുടെ വെളിവ് മൊത്തം പോയെന്നാണ് തോന്നുന്നത്. ഞാൻ വിളിക്കാം. നിങ്ങൾക്ക് ജാമ്യത്തിന് എനിക്ക് നിൽക്കാൻ പറ്റുമോ? വിനായക, എനിക്കിപ്പോ കുറച്ച് തിരക്കാണ്. 2 ദിവസത്തേക്ക് ഇപ്പൊ ദുബായിക്ക് പോകണം. അവിടെ ഇപ്പൊ പുതിയതായിട്ട് 3 ഷാപ്പ് തുടങ്ങാൻ പോവാണ്, കള്ളിന്റെയും കപ്പേന്റെയും കരിമീന്റെ ഒക്കെ. അപ്പൊ എനിക്കിപ്പോ കടലിൽ വരാൻ പറ്റില്ല. എന്നാൽ നിങ്ങൾ കള്ളും കപ്പും ഉണ്ടാക്കിയിട്ട് പോവാ, ഞാൻ എന്ത് പറയാനാണ്? അപ്പൊ പുള്ളി അതും വെച്ച് ഇനി അടുത്ത വിളിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലുലക് സാർ ഒരു ഒപ്പീനിയൻ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ രാജുവേട്ടനൊന്ന് വിളിക്കാൻ. കാരണം രാജുവേട്ടൻ ഈ കാറും ലംബോർഗിനി കാറും ഇതൊക്കെ പറ്റി അറിവുള്ള ആളാണല്ലോ. അപ്പോൾ പുള്ളിനെ വിളിച്ചാൽ നടക്കുമെന്ന് ലാലുച്ചേട്ടൻ പറഞ്ഞു കൊടുത്ത് നേരെ നമ്മുടെ പൃഥ്വിരാജിനെ വിളിക്കുകയാണ്. ഹലോ ഇത് രാജു ആണോ സംസാരിക്കണത്? അല്ല നീ ചിരിച്ചു കഴിഞ്ഞെങ്കിൽ പറ, അപ്പൊ പിന്നെ ഞാൻ ബാക്കി സംസാരിക്കും. പറയൂ മിസ്റ്റർ വിനായകൻ, എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ? അല്ലേ ഞാൻ രാജുവിനെ വിളിച്ചത് എനിക്ക് ഒരു ലോണിന്റെ. എന്നോട് ലാലുച്ചായൻ പറഞ്ഞായിരുന്നു ലോണിന്റെ അല്ലേ? സി മിസ്റ്റർ വിനായകൻ, ഇത് ബേസിക്കലി വളരെ ട്രെമൻഡസ് ആയിട്ട് ഗെറ്റ് ത്രൂ നടത്തുന്ന കോർപ്പറേറ്റ് ഡിമാൻഡ് ഡെമോളിഷ് ഡെമോക്രാറ്റിക് ഒക്യുപ്പൻസി ആൻഡ് അക്സെപ്റ്റൻസി വരുന്ന ഒരു ലോണാണ്. സോ വിനായകൻ ഇതിന് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരും.
If you accept these rules and regulations, I am ready. ഓക്കെ 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 അല്ല ലാൽച്ചായ അവൻ എവിടെയോ പോവാൻ റെഡി ആവണെന്നാണ് പറയുന്നത്. നമ്മള് ഇനി അവനോട് സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പുള്ളി ആകെ പെട്ട്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞ് പുള്ളി ഇംഗ്ലീഷ് എന്തൊക്കെയോ പറഞ്ഞ് വിനായക് ചേട്ടൻ അപ്പോൾ പെട്ട്. അപ്പം നേരെ ഇനി ഒരൊറ്റ ആളെ വിളിച്ചാൽ മാത്രമേ നടക്കുള്ളൂ എന്ന് വിനായക് ചേട്ടൻ മനസ്സിലായി. കാര്യം നടക്കുള്ളൂ. വേറെ ആരുമല്ല, നമ്മുടെ ഇപ്പോൾ ഇലക്ഷനും കൂടെ ജയിച്ച് നമ്മുടെ സുരേഷ് ചേട്ടനെ. നേരെ സുരേഷ് ചേട്ടനെ വിളിക്കുകയാണ്. സുരേഷ് ചേട്ടൻ വിളിച്ചാൽ പുള്ളിയാണല്ലോ എല്ലാവർക്കും സഹായങ്ങളൊക്കെ ചെയ്യുന്നു. നേരെ സുരേഷ് ചേട്ടനെ വിളിക്കുകയാണ്. ഹലോ ഹലോ സുരേഷ് ചേട്ടാ, ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറയാൻ വേണ്ടിയിട്ട് വിളിച്ചതാണ്. എന്താണ് വിനായകന്റെ വേദന? വേദന? എനിക്കെന്ത് വേദന? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്താണ് വിനായകന്റെ വിഷമം എന്നാണ്. എനിക്ക് ഇവിടെ ഒരു ലോണിന് ഒരു ഗ്യാരണ്ടി നിൽക്കാൻ ആരുമില്ല സുരേഷ് ചേട്ടാ. ഇപ്പോൾ ഞാൻ രാജുവിനെ വിളിച്ചു, റിയാസഖാനെ വിളിച്ചു, ആരുമില്ല. എനിക്ക് സുരേഷ് ചേട്ടനൊന്ന് ഗ്യാരണ്ടി നിൽക്കാവോ? വിനായകന് ലാലുവിൻ്റെ ബാങ്കിൽ നിന്ന് ലോൺ എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരാം. ഇതെൻ്റെ ഗ്യാരണ്ടി അല്ല, മോത്തീസ് ഗ്യാരണ്ടി. അതുകൊണ്ട് ധൈര്യമായിട്ട് വിനായകന് പോകാം അവിടെ നിന്ന്. അപ്പോൾ എനിക്ക് ലോൺ കിട്ടുമല്ലേ? ലോൺ കിട്ടും. ഞാൻ എൻ്റെ മകൻ ഗോകുലിനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. ഗോകുലനോ? ഗോകുലെന്നല്ല, ഗോകുൽ. എന്നെ പോലെ തന്നെ അവനും വളരെ സെൻസിറ്റീവാ. നമ്മൾ പേര് പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം. ഗോകുൽ. ഓക്കെ, ഗോകുലിനെ വിട്ടാൽ മതി. ഓക്കെ ഓക്കെ. ലാലുച്ചായ, അപ്പൊ എനിക്ക് സുരേഷ് ചേട്ടൻ ലോൺ ശരിയാക്കി തരാന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ സുരേഷ് പറഞ്ഞാൽ പിന്നെ എന്നാ പ്രശ്നം? നമുക്കെല്ലാവർക്കും കൂടെ അങ്ങ് അടിച്ചു പൊളിച്ച് പുതിയ കാർ എടുക്കാടാ കൊച്ചനെ. അപ്പൊ എന്റെ ആശ അങ്ങ് നിറവേറ്റിയല്ലേ? ആശ നിന്റെ ആശ എപ്പോഴേ നിറവേറ്റി കഴിഞ്ഞടാ മോനെ. ഓ